അടുത്തതായിട്ട് 493 നാമം ദേവേശ. ദേവേശ എന്നുള്ള നാമത്തിൻ്റെ അർത്ഥം ദേവന്മാരുടെ ഈശൻ, ദേവന്മാരുടെ ഈശൻ, ദേവന്മാരുടെ ഈശ്വരൻ, ദേവന്മാരെ എല്ലാ പ്രകാരത്തിലും നിയന്ത്രിക്കുന്നവൻ എന്നർത്ഥം. ദേവന്മാരുടെ സ്വാമിത്വം ഉള്ളതിനാൽ ഭഗവാന് ദേവേശ എന്ന് നാമം. നമ്മളിതിന് മുമ്പത്തെ നാമത്തിൽ കണ്ടു ദേവന്മാരെന്ന് പറയുന്നത് ഭഗവാന്റെ ക്രീഡാ സാധനങ്ങളാണ്. പന്ത് കളിക്കുന്നത് പോലെ ദേവന്മാരെ കൊണ്ട് ഭഗവാൻ കളിക്കുന്നു. ദേവന്മാരെ എന്തിനാണ് പ്രധാനമായിട്ടും ഭഗവാൻ വിനിയോഗിച്ചിട്ടുള്ളത്? ഈ ലോകത്തിൻ്റെ പ്രവർത്തനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ. ഈ ലോകത്തിൽ വേണ്ട കാര്യങ്ങൾ വേണ്ട രീതിയിൽ ചെയ്യാൻ നിയോഗിക്കപ്പെട്ടവരാണ് ദേവന്മാർ. അങ്ങനെ നിയോഗിച്ചിട്ടുള്ളത് ഭഗവാനാണ്. അപ്പോൾ ഏത് ദേവൻ ഏത് രീതിയിൽ പ്രവർത്തിക്കണം? ബ്രഹ്മാവ് എപ്പോൾ സൃഷ്ടിക്കണം, രുദ്രൻ എപ്പോൾ സംഹരിക്കണം, കാറ്റ് എപ്പോൾ വീശണം, ജലം എന്ത് ചെയ്യണം, ജലം എപ്പോൾ ഒഴുകണം, അഗ്നി എപ്പോൾ ജ്വലിക്കണം, സൂര്യൻ എപ്പോൾ പ്രകാശിക്കണം, എങ്ങനെ പ്രകാശിക്കണം, ഇതൊക്കെ നിയന്ത്രിക്കുന്നത് ഭഗവാനാണ്. അപ്പോൾ ഇവരുടെ എല്ലാവരുടെയും നിയന്ത്രണം ഭഗവാനിലുണ്ട് എന്നുള്ളത് നമ്മൾ ഇതിനു മുമ്പും പല തവണ കേട്ടിട്ടുള്ളതാണ്. അതേ കാര്യം തന്നെയാണ് ഈ നാമത്തിലൂടെ ഭാഷ്യകാരൻ പറയുന്നത്. ദേവന്മാരുടെ സ്വാമിത്വം ഭഗവാനുണ്ട്, അതുകൊണ്ട് ഭഗവാന് ദേവേശ, ദേവന്മാരുടെ ഈശൻ. സ്വാമിത്വം എന്ന് പറഞ്ഞാൽ ദേവന്മാരെ എന്ത് ചെയ്യണം എന്നുള്ള എല്ലാ തരത്തിലുള്ള ഇച്ഛയും എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും ഭഗവാനാണ് തീരുമാനിക്കുന്നത്. സ്വാമി പറയുന്നതിനപ്പുറത്തേക്ക് പ്രവർത്തിക്കാൻ ഉള്ള അധികാരം ദേവന്മാർക്കില്ല. ദേവന്മാരുടെ സ്വാമി എന്ന് പറയുന്നത് ഭഗവാനാണ്. അപ്പോൾ ആ സ്വാമിത്വം ഉള്ളത് കൊണ്ട് ഭഗവാന് ദേവേശ എന്ന് നാമം. അടുത്തത് 494 നാമം ദേവഭൃത്. ദേവം ബിഭർത്തി ഇതി ദേവഭൃത്. ബിഭർത്തി എന്ന് പറഞ്ഞാൽ ധരിക്കുന്നു. നമ്മൾ സാധാരണ കാണുന്നത് പോലെ സ്വാമിത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ ഈ ദേവന്മാരുടെ മീതെ നിൽക്കുന്നു, എന്നിട്ട് ഓർഡർ ഇടുകയാണ്. ഭഗവാൻ ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്തില്ല എങ്കിൽ നിനക്ക് ശിക്ഷ കിട്ടും. ഇതൊക്കെ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. ഭഗവാന്റെ കോപം കൊണ്ടാണ് കാറ്റ് വീശുന്നത്, ഭഗവാന്റെ കോപം കൊണ്ടാണ് അഗ്നി ജ്വലിക്കുന്നത് എന്നൊക്കെ. അപ്പം നമ്മൾ സാധാരണ സ്വാഭാവികമായിട്ടും നമ്മൾ ചിന്തിക്കുന്നത് പോലെ ഒരാൾ ഭഗവാൻ അവിടെ നിൽക്കുന്നു, ഈ അഗ്നിയോടും ഒക്കെ ജ്വലിക്കാൻ പറയുന്നു, കാറ്റിനോട് വീശാൻ പറയുന്നു, ജലത്തിനോട് ഒഴുകാൻ പറയുന്നു, ഇന്ദ്രനോട് മഴ പെയ്യിക്കാൻ പറയുന്നു. അങ്ങനെ പലതരത്തിൽ ആജ്ഞാപിച്ച് ചെയ്യുന്ന ആളാണ് എന്നായിരിക്കും സ്വാഭാവികമായിട്ട് ഇത് കേട്ടാൽ നമ്മൾ മനസ്സിലാക്കുക. പക്ഷെ ആ രീതിയിലല്ല ഇവിടെ മനസ്സിലാക്കേണ്ടത്. അവരെ ധരിക്കുന്നതും ഭഗവാൻ തന്നെയാണ്. അവരെ ധരിക്കുന്നത്, അവരായിരിക്കുന്നത് ഭഗവാൻ തന്നെയാണ്. അവർ എന്തിലാണോ നിലനിൽക്കുന്നത് അത് ഭഗവാനാണ്. അവർ ഭഗവാനിലാണ് നിലനിൽക്കുന്നത്. ഈ ദേവന്മാർ, ബ്രഹ്മ, രുദ്രൻ, അല്ലെങ്കിൽ ഇന്ദ്രൻ, വരുണൻ, വായു, അഗ്നി, അശ്വിനി ദേവന്മാർ, ഇവർ മുഴുവൻ നിലനിൽക്കുന്നത് ഭഗവാനിലാണ്. നമ്മൾ വിഷ്ണു പുരാണത്തിൽ കണ്ടു ഭഗവാന്റെ സ്വരൂപം കണ്ട് ദേവന്മാരെ സ്തുതിക്കുന്നത്. അവിടുന്ന് തന്നെയാണ് അഗ്നി, അവിടുന്ന് തന്നെയാണ് വായു എന്നൊക്കെ സ്തുതിക്കുന്നത്. അപ്പോൾ ഭഗവാനും ഇവരും തമ്മിൽ വ്യത്യാസമില്ല. ശരിക്കും ഭഗവാന്റെ തന്നെ വിവിധ രൂപങ്ങളാണ് ഈ ദേവന്മാർ. ഭഗവാനിൽ നിന്നും വ്യത്യസ്തരല്ല ഇവർ. നമ്മളുടെ ശരീരത്തിലെ കൈകൾ, കാലുകൾ എന്നൊക്കെ പറയുന്നത് നമ്മളിൽ നിന്നും വ്യത്യസ്തരായിട്ടുള്ള ഒന്നല്ല, അത് നമ്മളുടെ ഭാഗം തന്നെയാണ് എന്ന് പറയുന്നത് പോലെ ഈ പ്രപഞ്ചം മുഴുവനും ഈ ദേവന്മാരും നമ്മളോരോരുത്തരും ഭഗവാന്റെ ഭാഗം തന്നെയാണ്.
നമ്മളെ മുഴുവൻ നിയന്ത്രിക്കുന്നത് ഭഗവാനാണ് എന്ന് പറഞ്ഞാൽ മുകളിലൊരു വടിയും പിടിച്ച് നിന്നുകൊണ്ട് അങ്ങോട്ട് മാറി ഇങ്ങോട്ട് മാറുക എന്ന് നിയന്ത്രിക്കുന്നതല്ല, നമ്മളായി നിലനിൽക്കുന്നതും ഭഗവാൻ തന്നെയാണ്. അപ്പം അതുപോലെ ദേവന്മാരായി നിലനിൽക്കുന്നതും ഭഗവാനെയാണ്. ദേവന്മാരെ ധരിക്കുന്നവൻ ഭഗവാനാണ്. ഭാഷ്യകാരൻ പറയുകയാണ്, ആ ദേവന്മാരെ യഥാർഹം വിനിയോഗിക്കുന്നതിന് സാമർഥ്യമുള്ളയാളാണ് ഭഗവാൻ. അപ്രകാരം അവരെ ധരിക്കുന്നതിനാൽ ദേവഭൃത് എന്ന് നാമം. നമ്മളുടെ ശരീരത്തിൽ കൈകളെയും കാലുകളെയൊക്കെ നമ്മൾ ധരിക്കുകയാണ്. നമ്മളുടെ ഇഷ്ടത്തിന് നമുക്ക് കൈകൾ ചലിപ്പിക്കാനും വിരലുകൾ നമ്മുടെ ഇഷ്ടത്തിന് കൊണ്ടുപോകാനും ഒക്കെ സാധിക്കും. അതിനർത്ഥം ഈ വിരലുകളും ഒക്കെ നമ്മളുടെ അടിമകളാണ് എന്നല്ല. വിരലുകളും കാലും കൈയും എല്ലാം, നമ്മളുടെ നാവ് കണ്ണ് ഒക്കെ നമ്മളുടെ തന്നെ ഭാഗമാണ്. കാരണം നമ്മൾ അവരെ ധരിക്കുന്ന ഈ ശരീരത്തിൽ നമ്മൾ അവയെ ധരിക്കുന്നു എന്ന് പറയുന്നത് പോലെ ഈ ദേവന്മാരെ മുഴുവൻ ഭഗവാൻ ധരിക്കുന്നു. അതുകൊണ്ട് ഭഗവാന് ദേവഭൃത് എന്ന് നാമം. അടുത്തത് 495 നാമം ഗുരുഹു. ഗുരു. ഗുരു എന്ന വാക്കിന് പലതരത്തിലുള്ള അർത്ഥങ്ങളുണ്ട്. വലിയത് എന്നൊരർത്ഥമുണ്ട്, കനം കൂടിയത് എന്നൊരർത്ഥമുണ്ട്. ഗുരു അധ്യാപകൻ എന്നൊരർത്ഥമുണ്ട്. അങ്ങനെ ഗുരു എന്നുള്ള വാക്കിന് പല തലത്തിലുള്ള അർത്ഥങ്ങളുണ്ട്. ഗുരു ആത്യന്തികമായിട്ട് ഭഗവാനാണ് എന്നാണ് ഇവിടെ പറയുന്നത്. വിഷ്ണു സഹസ്രനാമത്തിൽ ഭഗവാന്റെ ഒരു നാമമാണ് ഗുരു. 495 നാമമാണ് ഗുരു. അപ്പോൾ ഗുരു എന്ന് പറയുന്നത് ഭഗവാൻ തന്നെയാണ്. അത് ഏത് രീതിയിലാണ് വരുന്നത് എന്ന് ഭാഷ്യകാരൻ പറഞ്ഞിട്ടുണ്ട്. ആ ദേവന്മാരുടെ കാര്യം നമ്മൾ പറഞ്ഞു, ദേവന്മാരെ മുഴുവൻ നിയന്ത്രിക്കുന്നത്. ദേവന്മാരെ നിയന്ത്രിക്കുക എന്ന് വീണ്ടും വീണ്ടും പറഞ്ഞു കഴിഞ്ഞാൽ, ദേവന്മാരെ നിയന്ത്രിക്കുക എന്ന് പറഞ്ഞാൽ ഈ ലോകത്തെ നിയന്ത്രിക്കുക എന്നാണ് അർത്ഥം. ഈ ലോകത്ത് എപ്പോൾ കാറ്റ് വീശണം, എപ്പോൾ തീ കത്തണം, എപ്പോൾ മഴ പെയ്യണം എന്നുള്ളത് മുഴുവൻ തീരുമാനിക്കുന്നത് ആ പരമബോധമായിട്ടുള്ള നാരായണനാണ്, മഹാവിഷ്ണുവാണ്. എന്ന് പറയുന്നത് പോലെ നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതം, നമ്മൾ കാണുന്ന ഓരോ വസ്തുക്കളുടെയും, ചരാചരങ്ങളായിട്ടുള്ള എല്ലാ വസ്തുക്കളുടെയും ജീവിതവും തീരുമാനിക്കുന്നത് ഭഗവാനാണ്. ആ പരമമായിട്ടുള്ള ബോധമാണ്. അപ്പോൾ ആ ദേവന്മാർക്ക് വേദങ്ങളിലൂടെ താന്താങ്ങളുടെ അധികാരത്തെക്കുറിച്ചുള്ള ബോധത്തെ ഉണ്ടാക്കുന്നു. വേദങ്ങളാണ് പ്രമാണം. വേദങ്ങൾ എന്ന് പറഞ്ഞാൽ റിവീൽഡ് ആയിട്ടുള്ള അറിവ്, റിവീൽഡ് ആയിട്ടുള്ള വെളിപ്പെട്ട് വരുന്ന അറിവുകൾ എന്നാണ് വേദങ്ങൾ എന്നുള്ളതിന് പ്രധാനമായിട്ടുള്ള അർത്ഥം. ശ്രുതി വെളിപ്പെട്ട്, ഇൻറ്റ്യൂഷനിൽ നിന്നും വെളിപ്പെട്ട് വരുന്ന അറിവുകളാണ് വേദങ്ങൾ. അങ്ങനെയുള്ള വേദങ്ങളിലൂടെ താന്താങ്ങളുടെ അധികാരത്തെക്കുറിച്ചുള്ള ബോധത്തെ ഉണ്ടാക്കുന്നു എന്നതിനാൽ ഗുരു എന്ന് നാമം. അങ്ങനെ ഒരർത്ഥം. അപ്പോൾ ഈ ദേവന്മാർക്ക് എല്ലാവർക്കും താന്താങ്കൾ എന്ത് ചെയ്യണം എന്നുള്ള ബോധം ഉണ്ടാക്കുന്നത് ഭഗവാനാണ്. നമ്മൾ ഓരോരുത്തരും എന്തൊക്കെ ചെയ്യണം എന്നുള്ള ബോധം നമ്മളിൽ ഉണ്ടാകുന്നത് ആ പരമമായിട്ടുള്ള ഭഗവാന്റെ പ്രേരണ മൂലമാണ്. നമ്മൾ ഈ നിമിഷം എന്ത് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത് അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ള നമ്മൾ പോന്നിട്ടുള്ള ജീവിത സാഹചര്യങ്ങൾ മുഴുവൻ, അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള തീരുമാനങ്ങൾ മുഴുവൻ, എങ്ങനെ ചെയ്യണം, എന്ത് ചെയ്യണം ഒക്കെ നമ്മളെ എന്ന് ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിച്ചിട്ടുള്ളത് ഭഗവാനാണ്. അത് തെറ്റാണെങ്കിൽ ശരി, ശരിയാണെങ്കിൽ ശരി. അപ്പോൾ അങ്ങനെ ബോധം ഉണ്ടാക്കുന്നു. അപ്പോൾ ഇവിടെ ദേവന്മാർക്ക് വേദങ്ങളിൽ ഇന്നതൊക്കെ ചെയ്യണം എന്ന് ദേവന്മാർക്ക് അപ്പോൾ ദേവന്മാർക്ക് എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് വെളിപ്പെട്ട് പറഞ്ഞു കൊടുക്കുന്നത് ഭഗവാനാണ്. അതുകൊണ്ട് ഭഗവാന് ഗുരു എന്ന് നാമം. ഇന്നത് ചെയ്യണം, ഇന്നത് ചെയ്യരുത് എന്ന് പറഞ്ഞു കൊടുക്കുന്നയാൾ ആണ് ഗുരു.
തുടർന്ന് പറയാണ്, യോ വൈ വേദാംശ പ്രഹിണോതി തസ്മൈ. ആരാണോ ബ്രഹ്മാവ് തുടങ്ങിയവർക്ക് വേദത്തെ അഭ്യസിപ്പിക്കുന്നത് ആ ഭഗവാനായിക്കൊണ്ട് നമസ്കാരം. അതായത് ബ്രഹ്മാവ് എന്ന് പറഞ്ഞാൽ ലോകം സൃഷ്ടിക്കുന്നയാളാണ്. ഈ സൃഷ്ടിക്കുന്നയാൾ എങ്ങനെ സൃഷ്ടിക്കണം എന്ന് പറഞ്ഞു കൊടുക്കുന്നത് ഭഗവാനാണ്. സൃഷ്ടിക്കുന്ന ബ്രഹ്മാവിനെ ഏത് രീതിയിൽ സൃഷ്ടി ചെയ്യണം എന്ന് വെളിപ്പെടുത്തി കൊടുക്കുന്നത് ഭഗവാനാണ്. വേദം എന്ന് പറഞ്ഞാൽ വെളിപ്പെട്ട് കിട്ടുന്ന അറിവ് എന്നാണ് അർത്ഥം, ശ്രുതി. അങ്ങനെ വെളിപ്പെടുത്തി കൊടുക്കുന്നവനാണ് ഭഗവാൻ. അപ്പോൾ ആരാണോ ബ്രഹ്മാവ് തുടങ്ങിയവർക്ക് വേദത്തെ അഭ്യസിപ്പിക്കുന്നത്, വേദത്തിനെ എന്തിനാ അഭ്യസിപ്പിക്കുന്നത്? ഈ ലോകത്തിനെ സൃഷ്ടിക്കാൻ. ക്രിയേറ്റീവ് നോളജ് പകർന്നു കൊടുക്കുന്നയാൾ, ക്രിയേഷന് വേണ്ട അറിവിനെ പകർന്നു കൊടുക്കുന്നയാൾ ഭഗവാനാണ്. തുടർന്ന് പറയാണ്, ഗുരു ഹരി ഗുരു വശഗോസ്മി. ബ്രഹ്മാവ് പറയാണ്, ഹരി ഗുരു വശഗോസ്മി. ഹരിയാകുന്ന ഗുരുവിന് വശംവദനാണ് ഞാൻ, ബ്രഹ്മാവ് പറയാണ്. അപ്പോൾ ഹരിയാണ് എൻ്റെ ഗുരു, ആ ഗുരുവിന് വശംവദനാണ് ഞാൻ എന്ന് പറഞ്ഞാൽ, ഞാൻ ഈ കാണുന്ന സൃഷ്ടിയൊക്കെ ഞാൻ നടത്തിയിട്ടുള്ളത് ഹരി പറഞ്ഞതിനനുസരിച്ചാണ്. സാക്ഷാൽ ഭഗവാൻ ഹരി പറഞ്ഞതിനനുസരിച്ചാണ്. അഗ്നി സുവർണസ്യ ഗുരു ഇത്യാദി ച. അഗ്നിയാണ് സുവർണത്തിൻ്റെ ഗുരു. അഗ്നി സുവർണസ്യ ഗുരു. സ്വർണത്തിൻ്റെ ഗുരു അഗ്നിയാണ്. ഇപ്പം ഇവിടെ ഗുരു എന്നുള്ളതിന് വേറൊരു അർത്ഥ വ്യത്യാസത്തോടു കൂടിയിട്ടാണ് ഭാഷ്യകാരൻ പറഞ്ഞിട്ടുള്ളത്. അഗ്നിയാണ് സുവർണത്തിൻ്റെ ഗുരു. അപ്പം എല്ലാവരുടെയും ഗുരു ഭഗവാനാണ് എന്ന് പറഞ്ഞു. ഏത് രീതിയിലാണ്? അഗ്നിയാണ് സുവർണത്തിൻ്റെ ഗുരു. അതുപോലെ ഭഗവാനാണ് ഈ കാണുന്ന ലോകത്തിൻ്റെ ഗുരു. അഗ്നി എന്താണ് സ്വർണത്തെ ചെയ്യുന്നത്? അഗ്നി സ്വർണത്തെ ജ്വലിപ്പിച്ച് തീയിൽ സ്വർണമിട്ടാൽ ആ തീയിലെ മാലിന്യങ്ങൾ മുഴുവൻ കത്തിപ്പോയി സ്വർണം മാത്രമായിട്ട് സ്വർണം പ്രകാശിച്ച് നിലനിൽക്കും. അപ്പോൾ സ്വർണത്തിന് പ്രകാശം കൂട്ടാനും അതിൻ്റെ മാലിന്യം ഇല്ലാതാക്കാനും വേണ്ടിയിട്ടാണ് അഗ്നിയിലിടുന്നത്. അപ്പോൾ അഗ്നിയാണ് സ്വർണത്തിൻ്റെ ഗുരു. സ്വർണം കൂടുതൽ പ്രകാശിക്കുന്നത്, സ്വർണം അതിൻ്റെ തനിമയിൽ തിളങ്ങുന്നത്, അതിൻ്റെ മാലിന്യങ്ങൾ മുഴുവൻ പോകുന്നത് തീയിലിടുമ്പോഴാണ്. തീയിൽ ജ്വലിച്ച് തീരുമ്പോഴാണ് തീയിൽ ജ്വലിക്കുമ്പോഴാണ് സ്വർണം അതിൻ്റെ ശുദ്ധമായിട്ടുള്ള അവസ്ഥയിൽ എത്തുന്നത്. അതുപോലെ ഭഗവാൻ ആണ് നമ്മളെ ഓരോരുത്തരെയും നമ്മളുടെ ശരിയായിട്ടുള്ള ധർമ്മത്തിൽ നമ്മളുടെ മാലിന്യങ്ങൾ മുഴുവൻ തീർത്ത് തിളക്കത്തോടു കൂടിയവരാക്കി തീർക്കുന്നത്. അതെങ്ങനെയാണ് ആക്കി തീർക്കുന്നത്? നമ്മളുടെ ജീവിത അനുഭവങ്ങളിലൂടെ. അപ്പോൾ ഭഗവാനാണ് ഗുരു എന്ന് പറഞ്ഞു. അപ്പോൾ ഭഗവാൻ നമ്മളെ ഓരോരുത്തരെയും എങ്ങനെയാണ് അനുഗ്രഹിക്കുന്നത്? ഏതുപോലെയാണോ അഗ്നി സ്വർണത്തെ ജ്വലിപ്പിച്ച് മാലിന്യങ്ങളെല്ലാം ഇല്ലാതാക്കി തീർക്കുന്നത്, അതുപോലെ ഭഗവാൻ നമ്മളെ ഈ ലോകത്തിലൂടെ കൊണ്ടുപോയിട്ട് ഏറ്റവും മാലിന്യമില്ലാത്തവരായി, അമലരായി തീർക്കുന്നു. എന്ന് പറഞ്ഞാൽ നമ്മളുടെ ജീവിതത്തിലെ അഗ്നി എന്ന് പറഞ്ഞാൽ നമ്മളുടെ ജീവിതത്തിലെ ഓരോ തീവ്രമായിട്ടുള്ള അനുഭവങ്ങളാണ്. ഈ തീവ്രമായിട്ടുള്ള അനുഭവങ്ങൾ നമ്മൾക്ക് ഉണ്ടാകുന്നത് ഭഗവാന്റെ അനുഗ്രഹത്തോടു കൂടിയിട്ടാണ്. അതാണ് ഇവിടെ അഗ്നിയുടെ ഉദാഹരണം പറയുന്നത്. അപ്പോൾ നമ്മൾക്കുണ്ടാകുന്ന എല്ലാ തീവ്രമായിട്ടുള്ള അനുഭവവും ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടുണ്ടാകുന്നതാണ്. തീവ്രമായിട്ടുള്ള അനുഭവം എന്ന് പറഞ്ഞാൽ ദുഃഖത്തിന് തീവ്രത ഉണ്ടാകാം, സുഖത്തിന് തീവ്രത ഉണ്ടാകാം, ആശങ്കയ്ക്ക്, കൺഫ്യൂഷന് തീവ്രത ഉണ്ടാകാം. അങ്ങനെ തീവ്രമായിട്ടുള്ള എന്ത് അനുഭവവും ആയിക്കോട്ടെ,
അത് ഗുരുവാണ് നമ്മളുടെ. അതിലൂടെ നമുക്ക് നമ്മളെ കൂടുതൽ നന്നായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പം തീവ്രമായിട്ടുള്ള എന്ത് അനുഭവമാണെങ്കിലും അതാണ് നമ്മളുടെ ഗുരു. അതാണ് ഇവിടെ അഗ്നിയുടെ ഉദാഹരണം പറഞ്ഞത്. അഗ്നി എന്ന് പറയുന്നത് ഭഗവാനും, അഗ്നി എന്ന് പറയുന്നത് നമ്മുടെ ജീവിതാനുഭവവും, സ്വർണം എന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തരുമാണ്. സ്പന്ദപ്രദീപിക എന്ന ടെക്സ്റ്റ്, സ്പന്ദകാരികയുടെ വൈഷ്ണവ വ്യാഖ്യാനമാണ് സ്പന്ദപ്രദീപിക. ഈ സ്പന്ദകാരികയിൽ ഒരു ശ്ലോകം ഉണ്ട്. അതിൽ പ്രകാരം പറയുന്നു: അതിക്രുദ്ധ പ്രഹൃഷ്ടോ വാ കിം കരോമീതി വാ മൃശൻ ധാവൻ വാ യത് പദം ഗച്ഛേത് തത്ര സ്പന്ദ പ്രതിഷ്ഠിത. സ്പന്ദം എന്ന് പറഞ്ഞാൽ സ്പന്ദത്തെക്കുറിച്ച് പറയുന്നതാണ് സ്പന്ദ പ്രദീപിക. സ്പന്ദത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നതാണ് സ്പന്ദകാരിക. അതിൻ്റെ വ്യാഖ്യാനമാണ് സ്പന്ദപ്രദീപിക. സ്പന്ദം എന്ന് പറഞ്ഞാൽ അറിവിൻ്റെ രൂപമാണ്. സ്പന്ദസജ്ഞം ജ്ഞരൂപം. അതായത് ലോകമാണ് സ്പന്ദം, ഈശ്വരനാണ് സ്പന്ദം. ഏറ്റവും ആത്യന്തികമായിട്ട് സ്പന്ദിച്ചുകൊണ്ടിരിക്കുന്നത് ഭഗവാനാണ്. ആ ഭഗവാന്റെ വേറൊരു പേരാണ് ജ്ഞരൂപം, അറിവിൻ്റെ രൂപം ആയിട്ടുള്ള ആ രൂപമാണ് സ്പന്ദം. ആ സ്പന്ദം എങ്ങനെയാണ് നിലനിൽക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത്. നമ്മൾ ഓരോരുത്തരും അതിക്രുദ്ധ പ്രഹൃഷ്ടോവാ കിം കരോമീതി വാ മൃശൻ ധാവൻ വാ യത് പദം ഗച്ഛേത് തത്ര സ്പന്ദ പ്രതിഷ്ഠിത. അതിക്രുദ്ധനായിരിക്കുമ്പോൾ, വളരെ സന്തോഷവാനായിരിക്കുമ്പോൾ, എന്ത് ചെയ്യണമെന്നറിയാതെ ആശങ്കാകുലനായിരിക്കുമ്പോൾ, നമ്മൾക്കൊരാഗ്രഹം ഉണ്ടായിട്ട് ആ ആഗ്രഹം നിവർത്തിക്കാൻ വേണ്ടി നമ്മൾ ഓടുന്ന സമയത്ത്, അതായത് നമുക്ക് ചിന്തിക്കാൻ സമയമില്ലാതെ നമുക്ക് പെട്ടെന്ന് ഒരു ആഗ്രഹം ഉണ്ടായിട്ട് നമ്മൾ അതിന് വേണ്ടിയിട്ട് പ്രയത്നിച്ച് ഓടുന്ന സമയത്ത്, ഓടുക എന്ന് പറഞ്ഞാൽ പ്രയത്നിക്കുക, വിശ്രമമില്ലാതെ പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, അങ്ങനെ ഉള്ള സമയങ്ങളിൽ തത്ര സ്പന്ദ പ്രതിഷ്ഠിത, അവിടെ ആണ് സ്പന്ദശക്തി നിലനിൽക്കുന്നത്. ഈ വളരെ ക്രോധത്തിലുള്ള സമയത്ത്, വളരെയധികം ദുഃഖത്തിലുള്ള സമയത്ത്, വളരെയധികം പ്രസന്നനായിരിക്കുന്ന സമയത്ത്, വളരെയധികം കൺഫ്യൂഷനുള്ള സമയത്ത്, എന്ത് ചെയ്യണമെന്നറിയാത്ത ഒരു ഇതികർത്തവ്യതാമൂഢനായിരിക്കുന്ന സമയത്ത് ഒക്കെ സ്പന്ദം എന്ന് പറയുന്നത് ആ സാക്ഷാൽ ഭഗവാന്റെ സാമീപ്യം വളരെ അടുത്താണ്. അതായത് നമുക്ക് എപ്പോഴാണോ ഈ വളരെ തീവ്രമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാകുന്നത്, അതെന്തോ ആയിക്കോട്ടെ, അത് തീവ്രമായിട്ടുള്ള വിരഹമായിരിക്കാം, തീവ്രമായിട്ടുള്ള സന്തോഷമായിരിക്കാം, തീവ്രമായിട്ടുള്ള കൺഫ്യൂഷനായിരിക്കാം, ഒക്കെ എല്ലാത്തിൻ്റെയും ആ വികാരങ്ങളുടെ തീവ്രതയിലാണ് ഈശ്വരൻ്റെ സാമീപ്യം ഉണ്ടാകുന്നത്. തത്ര സ്പന്ദ പ്രതിഷ്ഠിത. ഇതിൽ തന്നെ തുടർന്ന് വിജ്ഞാന ഭൈരവത്തിലെ ഒരു ശ്ലോകം ഉദ്ധരിച്ചിട്ടുണ്ട്. ക്രോധാദ്യന്തേ ഭയേ ശോകേ ഗഹ്വരേ വാരണേ രണേ കുതൂഹലേ ക്ഷുധാദ്യന്തേ ബ്രഹ്മസത്താ സമീപക. ബ്രഹ്മസത്ത, പരമമായിട്ടുള്ളതിൻ്റെ സത്ത, ഏറ്റവും അടുത്ത് നിൽക്കുന്ന നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതാനുഭവങ്ങൾ ഏതൊക്കെയാണ്? ക്രോധാദ്യന്തേ ഭയേ ശോകേ ഗഹ്വരേ വാരണേ രണേ. അതായത് ക്രോധം, അത്യന്തം ക്രോധമായിരിക്കുന്ന സമയം, ക്രോധത്തിലിരിക്കുന്ന സമയം, അത്യന്തം ഭയപ്പെട്ടിരിക്കുന്ന സമയം, അത്യന്തം ശോകത്തിലിരിക്കുന്ന സമയം, നമ്മൾ വലിയൊരു പ്രശ്നത്തിൽ, ഒരു കാട്ടിലകപ്പെട്ടിരിക്കുന്ന സമയം, യുദ്ധത്തിലകപ്പെട്ടിരിക്കുന്ന സമയം, വളരെയധികം കൗതുകത്തിലിരിക്കുന്ന സമയം, വളരെയധികം വിശപ്പോടു കൂടിയിരിക്കുന്ന സമയം, ഇങ്ങനെയൊക്കെയുള്ള സമയങ്ങളിൽ ബ്രഹ്മസത്ത സമീപക, പരമമായതിൻ്റെ സത്ത ഏറ്റവും അടുത്തിരിക്കുന്നതാണ്. അപ്പോൾ ഈശ്വരൻ ഏറ്റവും അടുത്തിരിക്കുന്ന, ആ പരമമായത് ഏറ്റവും അടുത്തിരിക്കുന്ന ചില സന്ദർഭങ്ങളാണ് ഈ
തീവ്രമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാകുന്ന നിമിഷങ്ങൾ. ഈ തീവ്രമായിട്ടുള്ള അനുഭവങ്ങൾ എന്ന് പറയുന്നത് അഗ്നിയാണ്. അത് സ്വർണമാകുന്ന നമ്മളിലെ സത്തയെ ഏറ്റവും നല്ല രീതിയിൽ പ്രകാശിക്കാൻ സഹായിക്കുന്നതാണ്. അപ്പം അതുകൊണ്ട് നമ്മളുടെ ജീവിതാനുഭവങ്ങൾ, നമ്മളുടെ അത് ഏറ്റവും തീവ്രമായിട്ടുള്ള ദുഃഖമായിക്കോട്ടെ, ഏറ്റവും തീവ്രമായിട്ടുള്ള ദേഷ്യമായിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, തീവ്രമായിട്ടുള്ള സന്തോഷമായിക്കോട്ടെ, അപ്പോഴൊക്കെ ഈ ഭഗവാൻ ആണ്, ഭഗവാന്റെ സത്ത നമ്മളെ കാണിക്കാൻ സഹായിക്കുന്ന ചില നിമിഷങ്ങളാണത്. ഭഗവാൻ നമ്മളോട് പറയാണ്, ഞാൻ തൊട്ടടുത്താണ് നിൽക്കുന്നത്. ഈ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളുടെ ഒരു മരണം നടന്നു. അത് വളരെ നമ്മളിൽ ദുഃഖം ഉണ്ടാക്കി. അങ്ങനെ ആ ദുഃഖം ഉണ്ടാക്കുമ്പോൾ നമുക്ക് സഹിക്കാൻ ഇതിരിക്കുന്ന തീവ്രമായിട്ടുള്ള ആ ദുഃഖം എന്ന് പറയുന്നത് അത് ഭഗവാന്റെ സാമീപ്യമാണ്. തീവ്രമായിട്ടുള്ള എന്ത് വികാരങ്ങളും അത് ഭഗവാന്റെ സാമീപ്യത്തെ കാണിക്കുന്നതാണ്. അപ്പോൾ അതാണ് ഗുരു. ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നുണ്ട്, മാത്രാസ്പരിശാസ്തു കൗന്തേയ ശീതോഷ്ണ സുഖ ദുഃഖദാഹ ആഗമാപായിനോ അനിത്യാഹ താൻ തിതിക്ഷസ്വ ഭാരത. ഈ ദുഃഖം ഉണ്ടാകുന്ന സമയം, ദുഃഖം എന്ന് പറയുന്നത് ആഗമാപായികളാണ്, വന്നും പോയിക്കൊണ്ടിരിക്കുന്നതാണ്, മാത്രയിൽ സ്പർശിക്കുന്നതാണ്, കുറച്ച് സമയത്തേക്ക് മാത്രം നമ്മളിൽ ഉണ്ടാകുന്നതാണ്. അത് ശരീരത്തെ സംബന്ധിക്കുന്നതാണ് സുഖം, ശീതം ഉഷ്ണം, തണുപ്പ് ചൂട് എന്നിവ. മനസ്സിനെ സംബന്ധിക്കുന്നതാണ് സുഖം ദുഃഖം എന്നിവ. ഇത് ആഗമാപായികളാണ്, വന്നും പോയിക്കൊണ്ടിരിക്കുന്നതാണ്. അതിനെ തിതിക്ഷസ്വ, ക്ഷമാപൂർവം സഹിക്കുക, പ്രതീക്ഷ. അങ്ങനെ ക്ഷമാപൂർവം സഹിക്കുന്നതിലൂടെ നമുക്ക് നമ്മളുടെ ഈ ദുഃഖത്തെ ക്ഷമാപൂർവം സഹിക്കുന്നതിലൂടെ നമുക്ക് നമ്മളെ കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കും. നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും, നമുക്ക് നമ്മളുടെ കൂടെ നിൽക്കുന്നവരാരൊക്കെ, നമ്മളുടെ വിട്ടുപോകുന്നവരാരൊക്കെ എന്ന് മനസ്സിലാക്കാം. നമുക്ക് നമ്മളുടെ ശക്തിയെക്കുറിച്ച് മനസ്സിലാക്കാം. ഒരുപാട് അറിവ് ഉണ്ടാക്കി തരുന്നതാണ് ഈ തീവ്രമായിട്ടുള്ള അനുഭവങ്ങൾ. ജിദ്ദു കൃഷ്ണമൂർത്തി അദ്ദേഹം ഈ സഫറിങ്ങിനെ കുറിച്ച് പറയുന്നുണ്ട്, ദുഃഖത്തെക്കുറിച്ച് പറയുന്നുണ്ട്. സഫറിങ് ഈസ് ലൈക്ക് എ ജുവൽ എന്നാണ്. അതായത് അമൂല്യമായിട്ടുള്ള ഒരു രത്നത്തെ സംരക്ഷിക്കുന്നത് പോലെ നമ്മളുടെ ഓരോരുത്തരുടെയും ദുഃഖത്തെ നമ്മൾ സംരക്ഷിക്കണം. കാരണം ദുഃഖം ആണ്, ആ തീവ്രമായിട്ടുള്ള ദുഃഖത്തിൽ ഞാൻ എന്ന ബോധം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ബ്രഹ്മസത്താ സമീപക എന്ന് പറയുന്നത്. മറ്റിടത്തൊക്കെ ഞാൻ എന്ന് പറയുന്ന ബോധമുണ്ട്. ഇപ്പം ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, സുഖമായിരിക്കുന്ന സമയത്ത് ഞാനെന്ന് പറയുന്നൊരു ബോധമുണ്ട്. പക്ഷേ നമ്മളെ എപ്പോഴാണോ ഈ തീവ്രമായിട്ടുള്ള അനുഭവങ്ങൾ മൂടുന്നത്, അപ്പോൾ ഞാനെന്ന് പറയുന്ന ബോധമില്ല, ആ അനുഭവം മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് അതിന് ബ്രഹ്മസത്ത ഏറ്റവും അടുത്തിരിക്കുന്നതാണെന്ന് പറയുന്നത്. അപ്പോൾ സഫറിങ് എന്ന് പറയുന്നത് ഒരു അമൂല്യമായിട്ടുള്ള ഒരു വസ്തുവായിട്ടാണ് ജിദ്ദു കൃഷ്ണമൂർത്തി അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങളിൽ പറയാറ്. എന്ന് പറയുന്നത് പോലെ സ്പന്ദപ്രദീപികയിലും ഇത് പറയുന്നു. അപ്പോൾ ഭാരതീയ ശാസ്ത്രങ്ങളിൽ മുഴുവൻ ഇങ്ങനെ ഇനിയും ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ പരാശര ഭട്ടർ പറയുന്നത്, ഏതുപോലെയാണോ അഗ്നി സുവർണത്തിൻ്റെ ഗുരുവാകുന്നത് എന്ന് പറയുന്നത് പോലെ നമ്മളെ ഓരോരുത്തരെയും തപ്പിപ്പിക്കുന്ന നമ്മളുടെ ജീവിതാനുഭവങ്ങളാകുന്നത് ഭഗവാൻ തന്നെയാണ്. അങ്ങനെ ഉള്ള ഭഗവാനാണ് നമ്മളുടെ ഓരോരുത്തരുടെയും ഗുരു. അപ്പോൾ ഗുരു എന്ന് പറയുന്നത് കേവലം ഒരു വ്യക്തി അല്ല, അത് ഭഗവാൻ തന്നെയാണ്, സാക്ഷാൽ ഭഗവാനാണ് ഗുരു. ഭാഷ്യകാരൻ തുടർന്ന് പറയാണ്, സഹ പൂർവേഷാമപി ഗുരു കാലേന അനവച്ഛേദാത്. മുമ്പുള്ളവരുടെയും ഗുരു ഭഗവാൻ തന്നെയാണ്. കാരണം എന്താണ്? കാലേന അനവച്ഛേദാത്, കാലത്താൽ നിയന്ത്രിക്കാൻ പറ്റാത്തത് കൊണ്ട്. കാരണം ഭഗവാൻ കാലാതീതനാണ്.
അപ്പോൾ എല്ലാ കാലത്തെയും ആളുകളുടെ ഗുരു എന്ന് പറയുന്നത് ഭഗവാനാണ്. ഇതം ഗുരുത്വം ഹയശിരോപാഖ്യാനേ പ്രസിദ്ധം. ഈ ഭഗവാന്റെ ഗുരുത്വം എന്ന് പറയുന്നത് ഹയഗ്രീവ ഉപാഖ്യാനത്തിൽ പ്രസിദ്ധമാണ്. വൈഷ്ണവരുടെ ഇടയിൽ വിഷ്ണുവിൻ്റെ ഗുരു സങ്കല്പമാണ് ഹയഗ്രീവൻ. ഏതുപോലെയാണോ ശൈവരുടെ ഇടയിൽ ദക്ഷിണാമൂർത്തി ഗുരുവാകുന്നത്, അതുപോലെ വൈഷ്ണവരുടെ ഇടയിൽ ഹയഗ്രീവനാണ് ഗുരു. ഹയഗ്രീവനെ കുറിച്ച് പറയാണ്, ജഗ്രാഹ വേദാൻ അഖിലാൻ രസാതലഗതാൻ ഹരിഹി പ്രാദാച്ച ബ്രഹ്മണേ രാജൻ തതസ്വാം പ്രകൃതിം ഗതഃ. ഭഗവാൻ ഹരി രസാതലത്തിൽ ആണ്ടുപോയ വേദങ്ങളെ മുഴുവൻ വീണ്ടെടുത്ത് ബ്രഹ്മാവിന് നൽകി. ശേഷം വീണ്ടും സ്വരൂപം കൈക്കൊണ്ടു. തുടർന്ന് പറയാണ്, രസാതലാത് യേന പുരാ സമാഹൃത സമസ്തവേദാഹ. യാതൊരു ഭഗവാനാലാണോ രസാതലത്തിൽ നിന്നും പണ്ട് സമസ്ത വേദങ്ങളെയും വീണ്ടും കൊണ്ടുവരപ്പെട്ടത്. അപ്പോൾ ഈ ഹയഗ്രീവ മഹർഷി ഹയഗ്രീവനെ കുറിച്ച് പറയാണ്. ഹയഗ്രീവൻ എന്ന് പറയുന്നത് ഭഗവാന്റെ വേറൊരു രൂപമാണ്. ഭഗവാൻ ഹയഗ്രീവ രൂപമെടുത്ത് രസാതലത്തിൽ നിന്നും വേദങ്ങളെ തിരിച്ച് കൊണ്ടുവന്ന് ബ്രഹ്മാവിന് നൽകി. എന്നിട്ട് സാധാരണ ഭഗവാന്റെ രൂപം കൈക്കൊള്ളുകയും ചെയ്തു. അങ്ങനെ പലതരത്തിൽ ഗുരു എന്ന് പറയുന്ന ഒരു രീതി, ഗുരു എന്ന് പറയുന്നത് എല്ലാ തരത്തിലുള്ള രീതിയിലും ഗുരു ഭഗവാനാണ്. അതുകൊണ്ട് ഭഗവാന് ഗുരു എന്ന് നാമം.